ഓൺലൈൻ ഗെയിമിന് അടിമയായ സ്കൂൾ ജീവനക്കാരനായ യുവാവിനെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഈ വാർത്ത കൊല്ലത്ത് നിന്നുള്ളതാണ്. ഓൺലൈൻ ഗെയിമുകൾക്ക് അടിമയായതോടെ ഗെയിം കളിക്കുന്നതോർത്ത് ആരും സങ്കടപ്പെടേണ്ട എന്ന് കുറിപ്പെഴുതി വെച്ചാണ് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ 18-കാരൻ ജീവനൊടുക്കിയത്. ഇത്തരം നിരവധി വാർത്തകളാണ് രാജ്യത്തുടനീളം റിപ്പോർട്ട് ചെയ്യുന്നത്. ഓൺലൈൻ ചൂതാട്ടത്തിന് അടിമപ്പെട്ട് കടക്കെണിയിലാകുന്നവരുടെയും ജീവനൊടുക്കുന്നവരുടെയും എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ ബില്ല് പാർലമെന്റ് പാസാക്കിയത്. ഓൺലൈൻ ഗെയിമിലെ ചതിക്കണിയിൽ നിന്ന് രാജ്യത്തെ പൗരന്മാർക്ക് സുരക്ഷയൊരുക്കുകയാണ് ബിൽ. ഇതിലൂടെ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയെ സുരക്ഷിതവും സൃഷ്ടിപരവുമായ വളർച്ചയിലേക്ക് നയിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു ഗൗരവമേറിയ പ്രശ്നമാണ് ഓൺലൈൻ ഗെയിം അഡിക്ഷൻ. അതുകൊണ്ടാണ് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസിൽ ഗെയിമിംഗ് ഡിസോർഡറിനെ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വയം നിയന്ത്രണം നഷ്ടപ്പെടുന്ന, മറ്റു പ്രവർത്തനങ്ങളെ അവഗണിക്കുന്ന, ദോഷകരമായ പ്രത്യാഘാതങ്ങൾക്കിടയിലും സ്ഥിരോത്സാഹം എന്നിവയാണ് ഇത്തരം ഗെയിം അഡിക്ഷന്റെ സൂചനകൾ. ഇന്ത്യയിലും ഈ പ്രശ്നത്തിൽ സമയോചിതമായ നടപടി ആവശ്യമാണെന്ന് ഇത് എടുത്തു കാണിക്കുന്നു. ഓൺലൈൻ പണ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ വ്യാപകമായ ദോഷം വരുത്തിയിട്ടുണ്ട്. കുടുംബങ്ങൾക്ക് അവരുടെ സമ്പാദ്യം നഷ്ടപ്പെട്ടു. ചെറുപ്പക്കാർ ആസക്തിയിൽ വീണു. ചില കേസുകളിൽ ഈ ഗെയിമുകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആത്മഹത്യകളിലേക്ക് പോലും നയിച്ചിട്ടുണ്ട്. ഈ അപകടത്തെ തിരിച്ചറിഞ്ഞാണ് സർക്കാർ ശക്തമായ നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നത്. സന്തുലിതമായ സമീപനമാണ് ബില്ല് സ്വീകരിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ സർഗാത്മക സമ്പദ്വ്യവസ്ഥയിൽ ഓൺലൈൻ ഗെയിമിംഗിന് വലിയ പ്രാധാന്യമാണ് ബില്ല് നൽകിയിരിക്കുന്നത്. നവീകരണം, വൈജ്ഞാനിക വികസനം, തൊഴിലവസര സൃഷ്ടി, സാങ്കേതിക പുരോഗതി, ആഗോള മത്സരശേഷി എന്നിവയ്ക്ക് ഗണ്യമായ അവസരങ്ങൾ ഇതിലുണ്ടെന്ന് ബില്ല് അടിവരയിടുന്നു. ഇത് മത്സരാധിഷ്ഠിത വീഡിയോ ഗെയിമുകളായ ഇ സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കുകയും സുരക്ഷിതമായ ഓൺലൈൻ സാമൂഹിക വിദ്യാഭ്യാസ ഗെയിമുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അതേസമയം വ്യാജ വാഗ്ദാനങ്ങൾ നൽകി ഉപയോക്താക്കളെ ചൂഷണം ചെയ്യുന്ന വാതുവയ്പ്, ചൂതാട്ടം, ഫാന്റസി പണ ഗെയിമുകൾ എന്നിവയെ തടയിടുന്നതാണ് ബിൽ. ഓൺലൈൻ ഗെയിമിംഗിന്റെ അപകടങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്നതിനൊപ്പം ഡിജിറ്റൽ നവീകരണത്തിന്റെ നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്തുക കൂടിയാണ് ബിൽ. അതിവേഗ വളർച്ചയാണ് ഓൺലൈൻ ഗെയിമിംഗ് മേഖല സമീപ വർഷങ്ങളിൽ കൈവരിച്ചത്. ഇത് ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയുടെ ഒരു പ്രധാന ഘടകമായി മാറിയിരിക്കുകയാണ്. ഇതിനെ 3 വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇ സ്പോർട്സ് ആണ് ഒന്നാമത്തെ വിഭാഗം. സംഘടിത ടൂർണമെന്റുകളിൽ ടീമുകളോ വ്യക്തികളോ പങ്കെടുക്കുന്ന മത്സരാധിഷ്ഠിത ഡിജിറ്റൽ സ്പോർട്സിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇ സ്പോർട്സിലെ വിജയത്തിന് തന്ത്രം, ഏകോപനം, വിപുലമായ തീരുമാനമെടുക്കാൻ കഴിവുകൾ എന്നിവ ആവശ്യമാണ്. ഓൺലൈൻ സോഷ്യൽ ഗെയിമുകളാണ് രണ്ടാമത്തേത്. ദൈനംദിന വിനോദത്തിന്റെ ഭാഗമായി കാഷ്വൽ ഗെയിമുകളാണിവ. ഇവ പ്രധാനമായും വൈദഗ്ധ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതും വിനോദം, പഠനം അല്ലെങ്കിൽ സാമൂഹിക ഇടപെടൽ എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതുമാണ്. അത്തരം ഗെയിമുകൾ പൊതുവെ സുരക്ഷിതമാണെന്ന് കണക്കാക്കപ്പെടുന്നു. കൂടാതെ അവ സാമൂഹികമായി പ്രതികൂലമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകില്ല. ഓൺലൈൻ മണി ഗെയിമുകളാണ് മറ്റൊന്ന്. സാമ്പത്തിക ലാഭനഷ്ടങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഗെയിമുകളാണിവ. ആസക്തി, സാമ്പത്തിക നഷ്ടങ്ങൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, കനത്ത സാമ്പത്തിക നഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ കേസുകൾ എന്നിവയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കാരണം മൂന്നാമത്തെ വിഭാഗം ഗുരുതരമായ ആശങ്കകളാണ് ഉയർത്തിയിരിക്കുന്നത്. ഓൺലൈൻ പണ ഗെയിമുകളുടെ ദ്രുതഗതിയിലുള്ള വ്യാപനം വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ദുരിതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ സാങ്കേതികവിദ്യ നിരവധി നേട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഈ ഗെയിമുകൾ നിയമത്തിലെ പഴുതുകൾ ചൂഷണം ചെയ്യുകയും സാമൂഹിക ദോഷം വരുത്തുകയും ചെയ്തിട്ടുണ്ട്. 45 കോടി ആളുകളെ ഓൺലൈൻ പണ ഗെയിമുകൾ പ്രതികൂലമായി ബാധിക്കുകയും 20,000 കോടിയിലധികം രൂപ ഇതുമൂലം നഷ്ടം നേരിടുകയും ചെയ്തതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ പറഞ്ഞു. ऑनलाइन मनी गेम्स जिसके कारण समाज में और विशेषकर मध्यम वर्गीय युवाओं में बड़ी समस्या बनकर उभरा है. एडिक्शन हो जाता है, परिवार की बचत इसमें चली जाती है. करीब एक अनुमान है कि 45 करोड़ लोग इसकी चपेट में आ चुके हैं. 20,000 करोड़ रुपए से ज्यादा राशि हमारे मध्यम वर्गीय परिवारों के मेहनत की कमाई इसमें नष्ट हो गई है. और तो और वर्ल्ड हेल्थ ऑर्गेनाइजेशन ने इसे गेमिंग डिसऑर्डर डिक्लेयर किया है. इंटरनेशनल क्लासिफिकेशन ऑफ डिजीज ICD-11 के माध्यम से इसको गेमिंग डिसऑर्डर डिक्लेयर किया है. ഈ വിടവുകൾ നികത്താനും പൗരന്മാരെ സംരക്ഷിക്കാനുമുള്ള സർക്കാർ നടപടിയുടെ ഭാഗമാണ് ബില്ല്. കഴിഞ്ഞ 11 വർഷത്തിനിടെ ഡിജിറ്റൽ ടെക്നോളജി മേഖല വൻ വളർച്ച കൈവരിച്ചതായി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നതിനിടെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഡിജിറ്റൽ ടെക്നോളജി മേഖലയിൽ നിരവധി സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓൺലൈൻ മണി ഗെയിമിംഗ് സമൂഹത്തിൽ ഗുരുതരമായ ആശങ്ക ഉയർത്തുന്നുണ്ടെന്നും
അത് സാമ്പത്തിക തട്ടിപ്പുകളിലേക്കും വഞ്ചനയിലേക്കും നയിക്കുന്നുണ്ടെന്നും മന്ത്രി എടുത്തു പറഞ്ഞു. ऑनलाइन गेमिंग के कारण, मनी गेमिंग के कारण सीरियस इम्पैक्ट आ रहा है फैमिलीज पे, मनी लॉन्ड्रिंग हो रही है, टेरर सपोर्ट हो रहा है. अध्यक्ष जी, वर्ल्ड हेल्थ ऑर्गेनाइजेशन ने अपनी रिपोर्ट में स्पष्ट कहा है कि एसोसिएशन बिटवीन ऑनलाइन मनी गेम्स एंड कंपल्सिव बिहेवियर, साइकोलॉजिकल डिस्ट्रेस, फाइनेंशियल हार्डशिप, डिसरप्शन ऑफ फैमिली लाइफ, उन्होंने इसको ऑनलाइन गेमिंग का डिसऑर्डर एक नया घोषित किया है. माननीय अध्यक्ष जी, इसीलिए इस बिल में 2 भाग है. 3 सेगमेंट में से 2 सेगमेंट को सरकार प्रमोट करना चाहती है, ई स्पोर्ट्स को, ऑनलाइन सोशल गेमिंग को. उसके लिए अथॉरिटी बनाएंगे, गेम मेकर्स को सहायता देंगे, स्कीम करेंगे. लेकिन माननीय अध्यक्ष जी, जब समाज के बारे में, मध्यम वर्गीय परिवारों के बारे में और इंडस्ट्री के एक सेगमेंट के बारे में, जब समाज के बारे में और सरकार के रेवेन्यू के बारे में चिंता करनी होती है, इन दोनों के बीच में माननीय प्रधानमंत्री श्री नरेंद्र मोदी जी ने हमेशा मध्यम वर्ग के परिवार को ही चुना है, हमेशा समाज के बेनिफिट को ही चुना है, कभी इस पे कॉम्प्रोमाइज नहीं किया है और इस बिल में भी प्राथमिकता दी गई है. ഓൺലൈൻ മണി ഗെയിമിംഗ് കാരണം നിരവധി കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്. നിരവധി ഓൺലൈൻ ഗെയിമുകൾ കള്ളപ്പണം വെളുപ്പിക്കലിലും ഭീകരവാദ ധനസഹായ പ്രവർത്തനങ്ങളിലും ഉൾപ്പെട്ടിട്ടുണ്ട്. ഓൺലൈൻ മണി ഗെയിമിംഗ് കാരണം കഴിഞ്ഞ 31 മാസത്തിനുള്ളിൽ 32 ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി ഒരു റിപ്പോർട്ട് പരാമർശിച്ചു. ഈ സ്പോർട്സും ഓൺലൈൻ സോഷ്യൽ ഗെയിംസ് മേഖലയും പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നു. ഗെയിം ഡെവലപ്പർമാർക്ക് പിന്തുണ നൽകുന്നതിനായി ഒരു അതോറിറ്റി സ്ഥാപിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഓൺലൈൻ പണ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ മൂലം ആത്മഹത്യകൾക്കും സാമ്പത്തിക നഷ്ടങ്ങൾക്കും ഇടവരുത്തുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ സ്പീക്കർ ഓം ബിർള ഓൺലൈൻ ഗെയിമിംഗ് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ബിൽ 2025 പ്രധാന നിയമനിർമ്മാണമാണെന്ന് വിശേഷിപ്പിച്ചു. ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയിലെ ഏറ്റവും ചലനാത്മകവും വേഗത്തിൽ വളരുന്നതുമായ വിഭാഗങ്ങളിൽ ഒന്നാണ് ഓൺലൈൻ ഗെയിമിംഗ് മേഖല. അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന കഴിവുകളുള്ള പ്രധാന ഗെയിം നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ വളർന്നു വരികയാണ്. നവീകരണം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, ആഗോള മത്സരശേഷി എന്നിവയ്ക്ക് ഈ മേഖല വളരെയധികം അവസരങ്ങൾ നൽകുന്നു. എന്നിരുന്നാലും ഈ മേഖലയുടെ ഘടനാപരമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉത്തരവാദിത്തമുള്ള ഗെയിമിംഗ് രീതികൾ വികസിപ്പിക്കാൻ അനുവദിക്കുന്നതിനും യോജിച്ചതും പ്രാപ്തമാക്കുന്നതുമായ നിയമചട്ടക്കൂടിന്റെ അഭാവമുണ്ട്. അതിനാൽ ഈ മേഖലയ്ക്ക് അടിയന്തര നയ ഇടപെടൽ ആവശ്യമായിരുന്നു. കൂടാതെ മിക്ക ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളും വിദേശ അധികാര പരിധികളിൽ നിന്നാണ് പ്രവർത്തിക്കുന്നതെന്നതും ഇത്തരം ഒരു ബില്ല് കൊണ്ടുവരാനുള്ള ഒരു കാരണമായിരുന്നു. ഇ സ്പോർട്സിന്റെ പ്രോത്സാഹനവും അംഗീകാരവും ബില്ലിലെ പ്രധാന വ്യവസ്ഥയാണ്. ഇന്ത്യയിൽ ഇ സ്പോർട്സിനെ നിയമാനുസൃതമായ മത്സര കായിക ഇനമായി അംഗീകരിച്ചിട്ടുണ്ട്. ടൂർണമെന്റുകൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും യുവജനകാര്യം കായിക മന്ത്രാലയം തയ്യാറാക്കും. ഈ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി പരിശീലന അക്കാദമികൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, സാങ്കേതിക പ്ലാറ്റ്ഫോമുകൾ എന്നിവ സ്ഥാപിക്കും. വിശാലമായ സ്പോർട്സ് നയങ്ങളിൽ ഇ സ്പോർട്സിനെ സംയോജിപ്പിക്കുന്നതിന് പ്രോത്സാഹന പദ്ധതികളും ബോധവൽക്കരണ പരിപാടികളും ആരംഭിക്കാനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. കൂടാതെ സുരക്ഷിതവും പ്രായത്തിന് അനുയോജ്യവുമായ സോഷ്യൽ ഗെയിമുകൾ തിരിച്ചറിയാനും രജിസ്റ്റർ ചെയ്യാനും കേന്ദ്ര സർക്കാരിന് അധികാരം നൽകിയിട്ടുണ്ട്. ഈ ഗെയിമുകൾ വിദ്യാഭ്യാസം, സംസ്കാരം അല്ലെങ്കിൽ കഴിവുകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചേക്കാം. അത്തരം ഉള്ളടക്കം വിതരണം ചെയ്യുന്നതിനായി സമർപ്പിത പ്ലാറ്റ്ഫോമുകൾ വികസിപ്പിക്കും. ഡിജിറ്റൽ സാക്ഷരത വളർത്തുന്നതിലും ആരോഗ്യകരമായ വിനോദം പ്രോത്സാഹിപ്പിക്കുന്നതിലും ഈ ഗെയിമുകളുടെ പോസിറ്റീവ് പങ്ക് ബോധവൽക്കരണ ക്യാമ്പയിനുകൾ എടുത്തു കാണിക്കും. ബിൽ ഓൺലൈൻ പണ ഗെയിമുകൾക്ക് പൂർണ്ണമായ നിരോധനം ഏർപ്പെടുത്തുന്നു. അത്തരം ഗെയിമുകളുടെ പരസ്യവും പ്രമോഷനും കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമുകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ബാങ്കുകളോ പേയ്മെന്റ് സിസ്റ്റങ്ങളോ പ്രോസസ്സ് ചെയ്യാൻ കഴിയില്ല. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം നിയമവിരുദ്ധമായ പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള ആക്സസ് തടയാൻ ബില്ലിലെ വ്യവസ്ഥകൾ അനുസരിച്ച് അധികാരമുണ്ടാകും. ദേശീയ തലത്തിൽ ഓൺലൈൻ ഗെയിമിംഗ് അതോറിറ്റി സ്ഥാപിക്കും. ഓൺലൈൻ ഗെയിമുകളെ തരംതിരിക്കുകയും രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുക, ഒരു ഗെയിം പണ ഗെയിമായി യോഗ്യമാണോ എന്ന് തീരുമാനിക്കുക, പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുക എന്നിവയാണ് ഇതിന്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നത്. മാർഗനിർദ്ദേശങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ അതോറിറ്റി പുറപ്പെടുവിക്കും. ഓൺലൈൻ ഗെയിമുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് കർശനമായ ശിക്ഷകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഓൺലൈൻ പണ ഗെയിമുകൾ വാഗ്ദാനം ചെയ്യുന്നതോ സൗകര്യമൊരുക്കുന്നതോ 3 വർഷം വരെ തടവും 1 കോടി രൂപ വരെ പിഴയും ലഭിക്കാൻ ഇടയാക്കും.
ഈ ഗെയിമുകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളും സമാനമായ പിഴകളോടെ ശിക്ഷാർഹമാണ്. അത്തരം ഗെയിമുകൾ പരസ്യപ്പെടുത്തുന്നതിന് 2 വർഷം വരെ തടവും 50 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും. വികസിച്ചുകൊണ്ടിരിക്കുന്ന കഴിവുകളുള്ള പ്രധാന ഗെയിം നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ വളർന്നു വരികയാണ്. ആവർത്തിച്ചുള്ള കുറ്റവാളികൾക്ക് 5 വർഷം വരെ തടവും 2 കോടി രൂപ വരെ പിഴയും ഉൾപ്പെടെയുള്ള കഠിനമായ ശിക്ഷകൾ നേരിടേണ്ടി വരും. പ്രധാന വ്യവസ്ഥകൾ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ കേസെടുക്കാവുന്നതും ജാമ്യമില്ലാത്തതുമായിരിക്കും. അതായത് പോലീസിന് വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയും. കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ ഭൗതിക സ്വത്തുക്കൾ അന്വേഷിക്കാനും പരിശോധിക്കാനും പിടിച്ചെടുക്കാനും കേന്ദ്ര സർക്കാരിന് ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകാവുന്നതാണ്. ചില സന്ദർഭങ്ങളിൽ വാറണ്ടില്ലാതെ പരിസരത്ത് പ്രവേശിച്ച് അറസ്റ്റ് ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടായിരിക്കും. 2023 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ വ്യവസ്ഥകൾ അനുസരിച്ചായിരിക്കും അന്വേഷണങ്ങൾ. ഡിജിറ്റൽ സർഗാത്മകതയുടെ കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനത്തെ ബിൽ പിന്തുണയ്ക്കുന്നു. സ്പോർട്സും സുരക്ഷിത ഓൺലൈൻ ഗെയിമുകളും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ കയറ്റുമതിക്കുള്ള അവസരങ്ങൾ വികസിപ്പിക്കുകയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ഗെയിമിംഗ് മേഖലയിൽ നവീകരണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഇത് ആഗോള ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയിൽ ഇന്ത്യയുടെ പങ്ക് ശക്തിപ്പെടുത്തും. സുരക്ഷിതവും സൃഷ്ടിപരവുമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. സ്പോർട്സും വൈദഗ്ധ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ ഗെയിമുകളും അവർക്ക് ആത്മവിശ്വാസം, അച്ചടക്കം, ടീം വർക്ക് എന്നിവ വളർത്തിയെടുക്കാൻ സഹായിക്കും. കഴിവുള്ള കായിക താരങ്ങൾക്ക് പുതിയ വഴികൾ ഇതിലൂടെ തുറക്കും. കുടുംബങ്ങളെ കൊള്ളയടിക്കുന്ന പണ ഗെയിമിംഗ് രീതികളിൽ നിന്ന് സംരക്ഷിക്കും. എളുപ്പത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാമെന്ന വ്യാജ വാഗ്ദാനങ്ങൾ നൽകി ഈ പ്ലാറ്റ്ഫോമുകൾ പലപ്പോഴും ഉപയോക്താക്കളെ ആകർഷിക്കുന്നു. ഇത് ആസക്തിയിലേക്കും ദുരിതത്തിലേക്കും നയിക്കുന്നു. അത്തരം ഭീഷണികൾ നീക്കം ചെയ്യുന്നതിലൂടെ ബിൽ ആരോഗ്യകരവും സുരക്ഷിതവുമായ ഒരു ഡിജിറ്റൽ ഇടം സൃഷ്ടിക്കുകയാണ്. ഉത്തരവാദിത്തമുള്ള ഗെയിമിംഗിലും ഡിജിറ്റൽ നയത്തിലും ആഗോള നേതാവായി ഇന്ത്യ ഇതിലൂടെ ഉയർന്നു വരും. രാജ്യത്തിന്റെ നവീകരണത്തെയും സാമൂഹിക സംരക്ഷണത്തെയും എങ്ങനെ സന്തുലിതമാക്കാമെന്ന് ബിൽ തെളിയിക്കുന്നു. ഓൺലൈൻ മണി ഗെയിമുകളിൽ നിന്ന് സമാനമായ വെല്ലുവിളികൾ നേരിടുന്ന മറ്റ് രാജ്യങ്ങൾക്ക് ഇന്ത്യ മാതൃകയാവുകയാണ്. ഇന്ത്യയുടെ ഡിജിറ്റൽ യാത്രയിലെ ഒരു നിർണായക ചുവടുവയ്പ്പാണ് 2025 ഓൺലൈൻ ഗെയിമിംഗ് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ബിൽ. അനിയന്ത്രിതമായ പണ ഗെയിമിംഗിന്റെ അപകടങ്ങളിൽ നിന്ന് പൗരന്മാരെ സംരക്ഷിക്കുന്നതിനോടൊപ്പം കഴിവുകളും സർഗാത്മകതയും വളർത്തിയെടുക്കുന്ന സ്പോർട്സിനും വിദ്യാഭ്യാസ ഗെയിമുകൾക്കും ഇത് ഇടം നൽകുന്നു. സുരക്ഷിതവും ആരോഗ്യകരവുമായ ഒരു ഡിജിറ്റൽ ഭാവിക്ക് ബിൽ രൂപം നൽകുകയാണ്. ആഗോള ഡിജിറ്റൽ നയം രൂപപ്പെടുത്തുന്നതിൽ മുൻനിര രാഷ്ട്രമാണ് ഭാരതമെന്ന് ഇതിലൂടെ തെളിയിക്കപ്പെടുകയാണ്.